ഇന്നത്തെ സാഹചര്യങ്ങളല്ലല്ലോ അന്നുണ്ടായിരുന്നതായ സാഹചര്യം. വളരെ പരിമിതമായ സാഹചര്യത്തിന്റെ നടുവിൽ യാത്ര ചെയ്ത് യേശു കൂടുതലും ചില സമയങ്ങളിൽ ബോട്ടിൽ യാത്ര ചെയ്തതല്ലാതെ മറ്റെല്ലാം നടന്ന് കാൽനടയായി കടന്നുപോയി പ്രവർത്തിച്ച സമയമാണ്. എന്നാൽ 3.5 വർഷക്കാലം മാത്രമുള്ള തന്റെ മിഷൻ ദൗത്യത്തിൽ ശിഷ്യന്മാർ പറയുന്നത് അതൊന്നും എഴുതി യേശു ഇന്ന് നമ്മൾ 4 സുവിശേഷങ്ങളിൽ വായിക്കുന്ന അത്ഭുതങ്ങളും പ്രവൃത്തികളും മാത്രമല്ല യേശു ശിഷ്യന്മാരുടെ മുമ്പാകെ ചെയ്തത്. അതിനധികമായ അനേകം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അതൊന്നും എഴുതുവാനുള്ള സാഹചര്യമില്ല, എഴുതേണ്ട ആവശ്യമില്ല. പക്ഷേ എഴുതിയിരിക്കുന്നതോ അത് നിങ്ങൾ വിശ്വസിക്കുവാനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിത്യജീവൻ പ്രാപിക്കുവാൻ, ജീവൻ പ്രാപിക്കുവാൻ വേണ്ടി അത്രേ എഴുതിയിരിക്കുന്നതെന്ന് അവിടെ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 30-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുവാനായിട്ട് സാധിക്കും. നോക്കിയാൽ യേശു ചെയ്ത പ്രവൃത്തികൾ അന്നത്തെ സാഹചര്യത്തിൽ നടന്നാണ് യാത്ര ചെയ്തതെങ്കിലും ഓരോ ദിവസവും യേശു പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ, യേശുവിലൂടെ ദൈവം ചെയ്ത പിതാവിന്റെ പ്രവൃത്തി, തന്നിലൂടെ തികച്ച ആ കാര്യങ്ങളെ നമ്മൾ നോക്കുമ്പോൾ ഈ 3.5 വർഷം കൊണ്ട് തന്റെ ദൗത്യം നിറവേറ്റി പൂർത്തിയായി, നിവർത്തിയായി. കാൽവരി ക്രൂശിൽ അവസാനമായിട്ട് താൻ ഒഴിഞ്ഞതായ ശബ്ദം നമുക്കറിയാം. ഹല്ലേലൂയ, എല്ലാം നിവർത്തിയായി. അതായത് യേശുവിന്റെ മിഷൻ ദൗത്യം നിവർത്തിയായി, പൂർത്തീകരിച്ചു. അതിനുശേഷമാണ് തന്റെ പ്രാണനെ പിതാവിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുവാൻ വേണ്ടിയായി. പ്രിയമുള്ളവരെ, യേശു സ്വയം ദൈവപുത്രനാണെങ്കിലും നമ്മുടെ രൂപം ഏറ്റെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്റെ പ്രാണനെ ഏൽപ്പിച്ച ഒരു അനുഭവം നമുക്കറിയാം. യേശു ജനിക്കുന്ന സമയത്തിൽ ദൂതന്മാർ തന്റെ ആ ഇടയന്മാരോട് പറഞ്ഞ അടയാളം, നിങ്ങൾക്ക് അടയാളമായി ശീലകൾ കൊണ്ട് പൊതിഞ്ഞ ഒരു ശിശുവിനെ കാണും. ഞാൻ അതിശയിച്ചു, അതൊരു അടയാളമോ? ശീലകൾ കൊണ്ട് പൊതിഞ്ഞ ഒരു ശിശു. അപ്പോൾ ശീലകൾ കൊണ്ട് പൊതിഞ്ഞ ഒരു ശിശു സ്വർഗത്തിൽ നിന്ന് ഈ ശബ്ദം അതൊരു സന്ദേശമായി, ഒരു അടയാളമായി കൊടുത്തുവെങ്കിൽ അതിൽ അവസാനം കണ്ട അടയാളം എന്ന് പറയുന്നത് ആ ശീലകൾ ഉപേക്ഷിച്ച് പുനരുത്ഥാനം ചെയ്ത യേശുവിനെയാണ്. ഹല്ലേലൂയ. ശീലകൾ പൊതിഞ്ഞ് ഭൂമിയിൽ വന്നെങ്കിൽ ശീലകളെ ഉപേക്ഷിച്ച് ഹല്ലേലൂയ അവൻ രൂപാന്തരപ്പെട്ട് ഹല്ലേലൂയ സ്വർഗത്തിൽ ഹല്ലേലൂയ പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ പാപത്തിൽ നമ്മൾ അകപ്പെട്ട മനുഷ്യർക്ക് ഹല്ലേലൂയ വസ്ത്രം ഇന്ന് ധരിക്കേണ്ടി വന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ വസ്ത്രത്തെ നമ്മൾ ഉപേക്ഷിക്കേണ്ടുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ അതിനുമായിട്ട് നമ്മൾ ഒരുങ്ങണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് യേശു ഈ ഭൂമുഖത്തിൽ വന്ന് നമ്മളോടൊപ്പം നമുക്ക് സാദൃശ്യത്തിലായി അവസാനം വരെ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി ആ ദൗത്യം നിർവഹിച്ചതുകൊണ്ടല്ലേ ഇന്ന് നമുക്കും സഭയ്ക്കും നൽകിയിരിക്കുന്ന ഒരു ദൗത്യം നമ്മൾ പൂർത്തീകരിക്കാതെ നമ്മൾ പോകുവാൻ ഒരിക്കലും ഇടയാകരുത്. നമ്മൾ ഈ ദൗത്യം നമ്മൾ നിർവഹിച്ച് അത് പൂർത്തീകരിച്ച് എന്റെ ദൈവം ഏൽപ്പിച്ചതായ ദൗത്യം ഞാൻ നിറവേറ്റിയിരിക്കുന്നത് പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ എന്റെ ഓട്ടം തികച്ചുവെന്ന് പൗലോസ് പറഞ്ഞതുപോലെ. അതിന് പ്രിയമുള്ളവരെ, നമുക്കൊരു ദിവസം ആ ധൈര്യത്തോടുകൂടെ നമുക്ക് ആ വാക്ക് പറയുവാൻ, അത് ഉച്ചരിക്കുവാനുള്ള പ്രാഗൽഭ്യം നമുക്കുണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ അതിന് ദൈവം നൽകിയിരിക്കുന്ന ആ ദൗത്യം എന്തെന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇന്നും ഇന്ത്യയിലുള്ളതായ കോടിക്കണക്കിന് ജനങ്ങളെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അവരുടെ ആത്മാക്കളുടെ വിലയെ നമ്മൾ മനസ്സിലാക്കണം. യേശു അന്ന് ഗ്രാമങ്ങൾ തോറും പോയെങ്കിൽ നിങ്ങൾക്കറിയുമോ, ഇന്ത്യയിൽ ഇന്ന് 6,64,369 ഗ്രാമങ്ങൾ ഇന്ത്യയിലുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ
ഈ ഒരാഴ്ചക്ക് മുമ്പ് ഞങ്ങൾ 50 ഗ്രാമങ്ങളിൽ പ്രസംഗിക്കണമെന്നാണ് ഞങ്ങൾ പോയത്. എന്നാൽ ഹാലലുയ സഹോദരൻ കൂടെ ഉണ്ടായിരുന്ന സഹോദരങ്ങളുടെ അവരുടെ ഡിസിപ്ലിൻ, അവരുടെ സമയ ദൃഷ്ട കാരണത്തിനാല് ഞങ്ങൾക്ക് 50 സ്ഥലത്ത് പ്രസംഗിക്കേണ്ടടുത്ത് 60 സ്ഥലങ്ങളിൽ പ്രസംഗിക്കുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. ഞങ്ങൾ ആ ദൗത്യത്തിൽ ഞങ്ങൾ 1000 ബൈബിളാണ് ഞങ്ങളിവിടെ അവിടെ കളക്ട് ചെയ്ത് കൊണ്ടുപോയത്. കേരളത്തിൽ നിന്നാണ് ആ ബൈബിളെല്ലാം കളക്ട് ചെയ്തത്, ബംഗാളി ഭാഷയിലെ ബൈബിൾ. ഞങ്ങളത് അവിടെ എത്തിച്ചു. ഈ 1000 ബൈബിൾ തീരുമെന്നുള്ള സമയം വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും അങ്കിലാപ്പിലായി. ഞങ്ങൾ അവിടേക്ക് മിഷണറി, സ്ഥാനീയ മിഷണറികളുടെ ഉണ്ടായിരുന്ന ചുരുക്കം ചില ബൈബിളുകൾ, പുതിയ നിയമങ്ങൾ അതുകൊണ്ട് കളക്ട് ചെയ്ത് ഏകദേശം 1100 പുതിയ നിയമങ്ങൾ ഈ 60 സ്ഥലത്തായി വിതരണം ചെയ്യാൻ ഇടയായി. ഹല്ലേലൂയ. ഈ 60ാമത്തെ സ്ഥലത്തിൽ എനിക്ക് പ്രസംഗിക്കുവാൻ കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവിടെ ഓടി വന്ന ജനത്തിന് പുതിയ നിയമം കൊടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല. വളരെ ചുരുക്കം പേർ മാത്രമേ ബൈബിൾ അവർക്ക് കൊടുക്കുവാൻ സാധിക്കും. ബാക്കിയുള്ളവർക്ക് വെറും ലഗേജുകൾ മാത്രം കൊടുത്ത് ഞങ്ങൾ നിരാശയോട് മടങ്ങി വന്ന് ഇടയായി. കാരണം അവിടെ ബൈബിൾ കരസ്ഥമാക്കുവാൻ മറ്റു പലരും അവിടെ ഉണ്ടായിരുന്നു, അവർ ആഗ്രഹിച്ചു, പക്ഷേ ബൈബിൾ തികഞ്ഞില്ല. പ്രിയമുള്ളവരെ, വെറും 8 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ഇപ്രകാരം കഴിഞ്ഞുവെങ്കിൽ ഹല്ലേലൂയ, കർത്താവിന്റെ ദാസി അനിൽ ബദറിനോട് പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ഞാനും തന്നോട് പറഞ്ഞു ഒരു ദിവസം അവിടെ വന്നാൽ നമുക്ക് നിങ്ങളുടെ ആ ടാർഗറ്റിനെ പൂർത്തീകരിക്കാനായിട്ട് ഇടയാകും. പ്രിയമുള്ളവരെ, നമ്മൾ വിചാരിക്കുന്നത് ഇന്ത്യ സുവിശേഷത്തിന് അനുകൂലമായ ഒരു ദേശമല്ലാന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുക. വളരെയില്ല. ഹല്ലേലൂയ. ഞങ്ങൾ പോയ ആ സമയം മുതൽ 40 വർഷമായി ഇതുപോലെ തന്നെയാണ് കാണുന്നത്. 30 വർഷമായിട്ട് ഞങ്ങൾ ഹല്ലേലൂയ കണ്ട ആ അനുഭവം തന്നെയാണ് ഇന്നും ഉള്ളത്. ഹല്ലേലൂയ. അന്ന് ഞങ്ങൾ പ്രസംഗിച്ചതുപോലെ തന്നെയാണ് ഇന്നും പ്രസംഗിക്കുന്നത്. ഇന്നും ഒളിച്ചു പതുങ്ങിയും മറ്റൊന്നുമല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ ക്രൂശിനെ തന്നെയാണ് പ്രസംഗിക്കുന്നത്. ഞങ്ങൾ ഈ 60 സ്ഥലങ്ങളിൽ പ്രസംഗിച്ച സ്ഥലത്തിൽ ആ ക്രൂശിനെ കാണിച്ചിട്ടാണ് പ്രസംഗിച്ചത്. ആ പടം കാണിച്ചിട്ട് ആദ്യം അവിടെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു, അവിടെ രോഗങ്ങൾ, പ്രയാസങ്ങൾ, അതിന്റെ കാരണത്തെ കുറിച്ച് പറയും. അവസാനം ഹല്ലേലൂയ അതിനെങ്ങനെ പരിഹരിക്കാൻ ഇടയാകും. പാപത്തിൽ ബന്ധിക്കപ്പെട്ടതായ ഒരു വ്യക്തിക്ക് സ്വയം പാപത്തെ ഉപേക്ഷിക്കുവാനായിട്ട് കഴിയുകയില്ല. ആ പാപത്തിന്റെ ബന്ധനങ്ങളെ അഴിക്കുവാൻ അധികാരമുള്ള ഒരു വ്യക്തി നമ്മളെ അതിൽ നിന്ന് സ്വതന്ത്രമാക്കിയല്ലാതെ അതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയില്ല എന്ന ശക്തിയോടെ ഒരു സന്ദേശം അവർക്ക് നൽകും. ഹല്ലേലൂയ. അവസാനമാണ് യേശുവിനെ കാണിക്കുന്നത്. ഞങ്ങൾ 10-15 പേരായി അവിടെ മുമ്പിൽ നിന്ന് ഞങ്ങൾ കാണിച്ചു കൊടുക്കും. അവരുടെ ഗ്രാമങ്ങളെ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്ക് പരിചയമുള്ള ഇന്ന ഗ്രാമത്തിലുള്ള വ്യക്തിയാണ് ഈ നിൽക്കുന്നത്, ഇന്ന ഗ്രാമത്തിലുള്ള മറ്റൊരു വ്യക്തിയാണ് ഈ നിൽക്കുന്നത്. അവരെ കുറിച്ച് അവരുടെ ഗ്രാമങ്ങളിൽ നിങ്ങൾ പോയി ചോദിച്ചു നോക്കുക. ഹല്ലേലൂയ. അവരെ ചെറിയ വയസ്സുകളിൽ 15-16 വയസ്സുള്ളപ്പോൾ മുഴുകുടിയന്മാരും അതുപോലെ സമയവും മറ്റ് പാപ വഴികളിൽ മുഴുകി ഗ്രാമങ്ങൾക്ക്, പട്ടണത്തിന് ഹല്ലേലൂയ തലവേദനയായി തീർന്ന സഹോദരങ്ങൾ. ഹല്ലേലൂയ. എന്നാൽ അവരെ യേശുവിനെ കൈക്കൊണ്ടതിലൂടെ, യേശു ക്രിസ്തുവിലൂടെയുള്ള വിടുതൽ അവർ പ്രാപിച്ച് അവരിന്ന് അവിടുത്തെ സാക്ഷികളായി നിൽക്കുകയാണ്. ഞങ്ങളോടുകൂടെയുള്ള 66 മിഷണറികളിൽ ഞങ്ങൾ 2 പേർ, ഞാനും സഭയിൽ മാത്രമാണ് മലയാളികളായിട്ടുള്ളത്. ഹല്ലേലൂയ. ബാക്കി 64 പേരും ഹല്ലേലൂയ അതത് സ്ഥലത്തിലുള്ള മിഷണറികളാണ്. അതത് സ്ഥലത്തിൽ ഞങ്ങൾക്ക് ദൈവം തന്ന ആത്മാക്കളാണ്. അവരെ നമ്മൾ ട്രെയിനിങ് കൊടുത്ത് അവരെ ദൈവവേലയിലാക്കിയതാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളിത് അഭിമാനത്തോടെ പറയുവാൻ ഇടയാകുന്നത് ഹല്ലേലൂയ ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾക്ക് ഹല്ലേലൂയ ഇതിനപ്പുറം ചെയ്യുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. കാരണം എന്തെന്നറിയാമോ, ഞാൻ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ, ഞാൻ 10-11 പ്രീ ഡിഗ്രിയുടെ സമയത്തിലൊക്കെ ഞങ്ങൾ 25 പൈസയ്ക്ക് വേണ്ടി ഞങ്ങൾ അധ്വാനിച്ചിട്ടുള്ളവരാണ്. 25 പൈസ എന്ന് പറഞ്ഞാൽ 1 കിലോ കപ്പലണ്ടി വറുത്ത്
ഞങ്ങൾ ഈ പരിപാടി സ്ഥലങ്ങളിൽ കുലുക്കി വിറ്റ് ഹാലലിയ 2.5 രൂപയ്ക്കും 3 രൂപയ്ക്കൊക്കെ 1 കിലോ കപ്പലണ്ടി മേടിച്ച് അതിന്റെ ലാഭം 25 പൈസ 30 പൈസയൊക്കെ കിട്ടുമ്പോൾ ആഹാ എന്ന് പറഞ്ഞ് ഞങ്ങൾ സന്തോഷിച്ച് ആ 35 പൈസ കൊണ്ട് ഞങ്ങൾ വീട്ടിൽ ഹാലലിയ കൺവെൻഷൻ നടത്തിയിട്ടുള്ളവരാണ്. ഹാലലിയ നിങ്ങൾക്കറിയാമോ? ഹാലലിയ ആ 85-86 സമയത്തില് അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയ പൈസ കൊണ്ട് ഞങ്ങൾ 3 കൺവെൻഷനുകൾ ഞങ്ങളുടെ മുറ്റത്തിൽ വെച്ച് നടത്തുവാനിടയായി. ഹാലലിയ എന്റെ പിതാവ് ഹാലലിയ അളിയനറിയാം. ഹാലലിയ എല്ലാ പ്രാർത്ഥനയിലും ഇന്ത്യയുടെ സുവിശേഷീകരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് അദ്ദേഹം ഹാലലിയ പിതാവ് പ്രാർത്ഥന നിർത്തുന്നത്. ഹാലലിയ ആയതിനാൽ ഇന്ന് ഇന്ത്യയുടെ സുവിശേഷീകരണം നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പറയാം. പ്രീ ഡിഗ്രിക്ക് ഞാൻ സെക്കൻഡ് ഷിഫ്റ്റിനാണ്, ഉച്ചശേഷമുള്ള കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ സെക്കൻഡ് ഷിഫ്റ്റാണ് ഞാൻ പഠിക്കുന്നത്. രാവിലെ ഞാൻ ചുള്ളയിൽ പച്ച ചുടുകല്ല് പച്ച കല്ല് ചുള്ളയിൽ ചുമന്ന് ഹാലലിയ 1 രൂപയ്ക്കും 2 രൂപയ്ക്കും വേണ്ടി മാത്രം ഞാൻ ഉച്ചവരെ ജോലി ചെയ്തിട്ട് സൈക്കിൾ ചവിട്ടി കോളേജിൽ പോകുന്ന സമയത്തിലായിരുന്നു ഹാലലിയ. അപ്പോൾ നിങ്ങൾക്ക് എന്നെ മനസ്സിലാകും ഹാലലിയ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് 65 മിഷണറികളെ സപ്പോർട്ട് ചെയ്ത് ഹാലലിയ ഇന്ന് കർത്താവിന്റെ വേല ചെയ്യുന്നുവെങ്കിൽ ഹാലലിയ പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവ്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന താലന്ത്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന അഭിഷേകം എന്ന് പറയുന്നത് അത് ചെറുതായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. അത് കൈയടിക്കുവാനോ അന്യഭാഷ പറഞ്ഞോ ഹാലലിയ ആരാധിച്ച് ഇവിടെ തീർക്കുവാനുള്ള ഒരു ശക്തിയല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. കാരണം ഭയത്തോടെ നമുക്കറിയാം യേശുവിന്റെ ക്രൂശീകരണ സമയത്തില് ഈ ശിഷ്യന്മാരെല്ലാം ഛിന്ന ഭിന്നമായി തീർന്നു. ആ യോഹന്നാൻ ഒഴികെ മറ്റെല്ലാവരും ആ ക്രൂശിന്റെ അടുക്കിലില്ലായിരുന്നു. ആ യോഹന്നാൻ മാത്രമാണ് ക്രൂശിന്റെ അടുക്കൽ അപ്പോഴെങ്കിലും സമയം ധൈര്യത്തോടെ പിടിച്ചു നിൽക്കാനിടയായി. എന്നാൽ ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ ആ യേശുവിനെ തള്ളി പറഞ്ഞ 3 പ്രാവശ്യം തള്ളി പറയേണ്ടി വന്ന പത്രോസ്. പിന്നത്തെ ഉയർത്തെഴുന്നതിന് ശേഷം യേശു പറഞ്ഞത്, നിങ്ങൾ വാങ്ങിപ്പോകരുതേ, യെരൂശലേം നിങ്ങൾ വിട്ട് ഇപ്പോൾ ചെന്ന് നിങ്ങൾ സാക്ഷിക്കാം, പ്രസംഗിക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ കാത്തിരിക്കുക, പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിപ്പിൻ. പരിശുദ്ധാത്മാവ് ലഭിച്ചുകഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഹാലലിയ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 9 മുതലുള്ള വാക്യം ഉച്ചത്തിൽ ശക്തിയോടെ വായിച്ചാട്ടെ. ഹാലലിയ